പ്രശ്നങ്ങളും മനുഷ്യ സമൂഹത്തിലുള്ളത്. അത് മതമണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും ഒക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ പുനരാഗമനത്തോടുകൂടെ കർത്താവായ യേശു തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ആദമിനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യപരിപാടികളെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരും. ദൈവാധിപത്യ ഭരണം സംജാതമാകുമ്പോൾ മനുഷ്യനും ദൈവവും മനുഷ്യനും ഒന്നിച്ചുള്ള ഐക്യപൂർണമായിരിക്കുന്ന ഒരു കാലയളവ്, ദൈവത്തോട് മനുഷ്യനെ നിരപ്പും ആ കൂട്ടായ്മയുമുള്ള ഒരു സമ്പൂർണ്ണ യുഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുവാനിടയാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒടുവിലായി ചിന്തിച്ചത് ആ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലുള്ള ജനവിഭാഗങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ട് 3 വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ഒന്ന്, തേജസ്കരിക്കപ്പെട്ട ദൈവസഭ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, ഈ കൃപായുഗത്തിൽ ജീവിച്ചിരിക്കുന്നവർ, മരിച്ചു മൺമറഞ്ഞവരും ജീവനോടിരിക്കുന്നവരും, മരിച്ചവരുയർത്തും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അവരാണ് ഒരു വിഭാഗം ആളുകൾ. അവർ ഇന്ന് കാണുന്ന പോലുള്ള ഈ മർത്യ ശരീരത്തിലല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. വാസ്തവത്തിൽ ഈ 1000 ആണ്ടുവാഴ്ച എന്ന് പറയുന്നത് ദൈവസഭയെ ഉദ്ദേശിച്ചല്ല. പ്രധാനമായിട്ട് സഭയ്ക്ക് ഒരു പങ്കാളിത്തമുണ്ട്, അവിടെ ശുശ്രൂഷയുണ്ട്, സേവനമുണ്ട്, അധികാരങ്ങളും പദവികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഭൗത ശരീരത്തിൽ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വേറെ 2 കൂട്ടരാണ് ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ. അതൊന്ന് ഇസ്രായേൽ ജാതിയായിരിക്കും. അവരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരെന്ന് തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധിയിൽ കർത്താവ് ആരെക്കുറിച്ച് പറഞ്ഞു? ആ സമൂഹം, ഇസ്രായേൽ ജാതി. അവർ ജാതിയായി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അംഗീകരിച്ച് കർത്താവിൻ്റെ കർത്തൃത്വം സ്വീകരിച്ച് മശിഹയായിട്ട് സ്വീകരിച്ച് മശിഹയുടെ ഭരണത്തിൻ്റെ കീഴിൽ അതിൻ്റെ സൽഫലങ്ങളെല്ലാം അനുഭവിക്കും. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ജാതികളാണ്. ഇസ്രായേലിയരല്ലാത്ത, ദൈവസഭയോട് ബന്ധപ്പെടാത്ത, തേജസ്കരിക്കപ്പെടാത്ത ശരീരത്തിൽ 1000 ആണ്ടുവാഴ്ചയിലേക്ക് പ്രവേശനം ലഭിക്കുന്നവർ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അവരെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തത്, അതുകൊണ്ട് ഇനി ആവർത്തിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ 3 തരത്തിൽപ്പെട്ട ആളുകൾ കർത്താവിൻ്റെ ഭരണകാലത്ത് 1000 ആണ്ടുവാഴ്ചയിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമായ സഭ, ആ കൂട്ടത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത് ഇസ്രായേൽ, ഭൗതിക ഇസ്രായേൽ, ഇന്ന് ഭൂമിയിലുള്ളവരിൽ നിന്ന് പീഡനകാലത്തെ അതിജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ. 3-ാമത് ജാതികൾ, പീഡനകാലത്തിൻ്റെ ഒടുവിൽ ഇസ്രായേലിയരല്ലാതെ ഇസ്രായേലിയരോട് അനുഭാവം പുലർത്തിയവരായി ലോകത്തിൽ ശേഷിക്കുന്ന ജാതികൾ. ഇങ്ങനെ 3 കൂട്ടം ആളുകൾ ആണ് അന്ന് ഭൂമിയിലുള്ളത്. ഇന്നുള്ളതുപോലെ അന്നും ദൈവസഭയ്ക്കൊഴിച്ച്, തേജസ്കരിക്കപ്പെട്ടവർക്കൊഴിച്ച് സന്താനവർദ്ധനവും വംശവർദ്ധനവും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ ആദം ഹൗവമാർക്ക് ഏദൻ തോട്ടത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ ദൈവം നൽകിയത്, അതേ കാര്യങ്ങളെല്ലാം 1000 ആണ്ടുവാഴ്ചയിലും തുടരുന്നതായിരിക്കും. ഈ ഭൂമിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുവാൻ പോകുന്നത്. ഈ ഭൂമിയെ അതിനോടനുബന്ധമായിട്ട് നവീകരിക്കേണ്ടതായിട്ടുണ്ട്. മണ്ഡലങ്ങൾക്കൊക്കെ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. സമ്പൂർണ്ണ ദൈവനീതി നടപ്പാക്കുന്ന ദൈവാധിപത്യം, തിയോക്രസി ഇവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി വാഴേണ്ടിയിരുന്ന ആദാം പാപമുഖാന്തരം ആ വാഴ്ച നഷ്ടപ്പെട്ട് വീണുപോയപ്പോൾ അവനെ വീണ്ടെടുത്ത് ആദാമ്യ വർഗത്തിൻ്റെ പ്രതിനിധിയായി, ആദാമിനെ പോലെ മനുഷ്യരക്തങ്ങളോടുകൂടി, നമ്മളെപ്പോലെ മാംസരക്തങ്ങളോടുകൂടിയവനായി ദൈവപുത്രൻ മനുഷ്യനായിട്ട് വന്ന് തൻ്റെ 1-ാമത്തെ വരവിൽ പാപപരിഹാരവും വീണ്ടെടുപ്പും മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കിയതുപോലെ 2-ാമത്തെ വരവിൽ തൻ്റെ സമ്പൂർണ്ണ വാഴ്ചയും സംജാതമാക്കും. ഇപ്രകാരം ഒരു കാലയളവും ഭരണമൊക്കെ എന്തിനാണ് ദൈവം ക്രമീകരിച്ചത്? എന്താണ് ഈ ദൈവാധിപത്യത്തിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു 6-7 കാര്യങ്ങൾ, ഓരോ വാചകങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഈ 1000 ആണ്ടുവാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവികമായ പല പദ്ധതികളും അന്ന് നടപ്പിലാകേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യനും ഇതര സൃഷ്ടികളും ഒക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നീതിമാനായ ദൈവം, സ്നേഹവാനായ ദൈവം, പരിശുദ്ധനായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം ഏത് ഉദ്ദേശത്തിൽ പ്രപഞ്ച സൃഷ്ടി നിർവഹിച്ച് ജീവജാലങ്ങളെ ആക്കി വെച്ചോ ആ അവസ്ഥയ്ക്കെല്ലാം പാപത്തോടുകൂടെ ഭ്രംശം സംഭവിച്ചു. ആ അവസ്ഥകളെല്ലാം പരിപൂർണമായി പരിഹരിച്ച് ദൈവവും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം അനുഗ്രഹപൂർണമായ ഒരവസ്ഥയിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ കാര്യം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, നീതി, സത്യം, കരുണ, സംരക്ഷണം, കരുതൽ, ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. എന്നാൽ ദൈവത്തെ വിട്ട് അകന്ന് ജീവിക്കുന്നതുകൊണ്ട് മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും ഈ അവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം സാധ്യമാണെന്നുള്ളത് വെളിപ്പെടേണ്ടതിന് ഇങ്ങനൊരു കാലയളവ് ആവശ്യമാണ്. 1000 ആണ്ടുവാഴ്ചയിൽ ആ കാര്യം സമ്പൂർണ്ണമായിട്ടും സാധ്യമായിട്ട് തീരും. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ഒക്കെ സകല ജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല എല്ലാ സൃഷ്ടികൾക്കും അന്ന് ലഭ്യമാകാനായിട്ട് ഇടയായിത്തീരും.
ദൈവം അന്ന് മാത്രമല്ല ഇന്നും അതുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. യോഹന്നാന്റെ 3:16 നമുക്കറിയാവുന്ന ഒരു വാക്യമാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആ വാക്യം പ്രധാനമായിട്ട് മനുഷ്യരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ചില തർജ്ജമകളിൽ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് കാണുന്നത്. ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്നാണ് മറ്റു ചില തർജ്ജമകൾ. അത്രയധികം, സോ മച്ച്. എത്രയധികം അധികം എത്രയും വരുമോ? അതിലും കൂടുതലുണ്ടോ? ഈ ലോകത്തിൽ എത്രത്തോളം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ആവശ്യമുണ്ട്, അത്രത്തോളം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ, ദൈവത്തിൻ്റെ ഹിതത്തിൽ, ദൈവഹിതപ്രകാരം ജീവിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവമായിരിക്കുന്ന ദൈവപുത്രനെ തരാൻ ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ അതിനേക്കാൾ അധികം ദൈവം മനുഷ്യനെ സ്നേഹിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ലവ് ദ വേൾഡ്. അത്രയ്ക്ക് സ്നേഹിച്ചു, അത്രയധികം സ്നേഹിച്ചു. ആര് സ്നേഹിച്ചു? ദൈവം സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ലോകത്തെ എന്ന് പറഞ്ഞ മനുഷ്യരെന്ന അർത്ഥം. നമ്മളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടല്ലേ. വ്യക്തിപരമായി പറയുമ്പോൾ എന്നെ സ്നേഹിച്ചു ദൈവം, ഇത്രയധികം നിന്നെ സ്നേഹിച്ചു. സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നെന്ന്. ഒരിക്കലും ഭംഗം വരാത്ത, കുറവ് വരാത്ത, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിണങ്ങാത്ത ഒരാളേ ഉള്ളൂ, ദൈവം മാത്രമാണ്. ഇല്ലയോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായാലും ആശയവ്യത്യാസം വരുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലുമൊക്കെ ഒന്ന് പിണങ്ങും, ഇല്ലയോ? ചിലർ സ്ഥിരമായിട്ടും പിണങ്ങുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവും വരുന്നില്ല. ആ ദൈവസ്നേഹത്തിൻ്റെ പരിപൂർണത, സ്നേഹം മാത്രമല്ല, നീതി, വിശുദ്ധി, കരുതൽ, കരുണ, ഇങ്ങനെയുള്ള എല്ലാ ദൈവിക ഗുണലക്ഷണങ്ങളും ഈ കാലയളവിൽ മനുഷ്യൻ പൂർണ്ണമായിട്ട് തിരിച്ചറിയും. ഇന്ന് അത് വേണ്ടവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്ന ചുരുക്കം പേരേ ഉള്ളൂ. അത് രക്ഷിക്കപ്പെട്ടവരെ തന്നെ ഒരു വിഭാഗത്തിനേ കഴിയുന്നുള്ളൂ. എന്നാൽ ലോക ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷവും ഈ സത്യദൈവത്തെ അറിയാതെ, ദൈവമാർഗത്തെ അറിയാതെ ജീവിക്കുന്നവരാണ്. റോമലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നവർ അവരെന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലിയം എന്നിവയുടെ രൂപസാദൃശ്യങ്ങളോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? നീതിമാനായ ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെ മറന്ന് വിഗ്രഹാരാധികളായിപ്പോയി. അവർ ജഡത്തിനും മനോനിരൂപണങ്ങൾക്കും ഒത്തവണ്ണം ജീവിക്കണമെന്നാണ് വായിക്കുന്നത്. അത് അപ്പോസ്തലൻ എഴുതുന്ന കാലത്ത് മാത്രമല്ല, അതിലധികമായിട്ട് ഈ കാലത്തും യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമ്മളതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാ. അങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ, അല്ലേ? കുരിന്ത്യരോട് പറയുമ്പോൾ നിങ്ങളും ചില ആവക്കാരൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവമക്കളായി തീരുവാനും ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാനും ദൈവിക കൂട്ടായ്മയിലേക്ക് വരുവാനും ഇടയായിത്തീർന്നു. നമ്മളെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇന്ന് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പാൽപ്പമൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. എന്നാൽ ആ കർത്താവിനെ മുഖാമുഖമായി കാണുകയും കർത്താവിൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ വാഴുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും, നമ്മുടെ കർത്താവ് എത്ര വലിയവനാണെന്നൊക്കെ കുറെ കൂടെ ആഴത്തിൽ നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. അതിന് ഈ കാലയളവ് നമുക്ക് സഹായകരമായിട്ട് തീരും. രണ്ടാമത്തെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം വെളിപ്പെടാൻ വേണ്ടി ഒരു കാലയളവാണ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം നടപ്പിലാക്കാനാണ് ആദാമിലൂടെ മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിച്ച് സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയാൻ പറഞ്ഞത്. എന്നാൽ പാപം മുഖാന്തരം അത് അതുപോലെ നടപ്പിലായില്ല. ദൈവത്തിന് എതിരെ നിൽക്കുന്ന ഒരു വിഭാഗം മനുഷ്യരിൽ തന്നെ ഉണ്ടായി. പിശാചും ദൂതന്മാരും ഒക്കെ വേറെയുണ്ട്. എന്നാൽ അതുകൂടാതെ മനുഷ്യകുലത്തിൽ നിന്നും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു സമൂഹമുണ്ട്. കയ്യൻ മുതൽ കോടാനുകോടികളാണ് കഴിഞ്ഞ കാല ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്, ഇന്നുമുണ്ട്. ലോക ജനസംഖ്യയിലെ ഒരു വലിയ സമൂഹം ഇന്നും ജീവനുള്ള ദൈവത്തെ അറിയാനോ അംഗീകരിക്കാനോ മനസ്സില്ലാത്തവരാണ്. പകരം ഊമവിഗ്രഹങ്ങളെ സേവിക്കുക, മിഥ്യാമൂർത്തികളെ സേവിക്കുക, അതിലവർ ആനന്ദം കാണുക, അതിന് പിശാചിനാൽ വശീകരിക്കപ്പെട്ടവരായി പോകുന്ന ഒരു വലിയ സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവം ആരാണെന്നും സമ്പൂർണ്ണ ദൈവഹിതം എന്താണെന്നും സകലരും അറിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ആഗ്രഹമാണ്. അത് വെളിപ്പെടുന്ന കാലയളവാണ് 1000 ആണ്ട് വാഴ്ച. നമ്മൾ ഇതിനു മുമ്പ് ഓർത്തിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം കർത്താവ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരിപൂർണ്ണ ഹിതം സ്വർഗത്തിൽ അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലുമാകണം. സ്വർഗത്തിൻ്റെ പതിപ്പായിട്ട് ഭൂമി മാറണം. ദൈവത്തിൻ്റെ റിബലായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടല്ല ഭൂമിയും ഭൂമിയിലെ ആളുകളുമായിരിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണോ അതിന് ആമീൻ പറയുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറണം. അല്പാൽപമായിട്ട് ചില ആളുകളൊക്കെ ഭൂമിയിൽ അവിടെ ഇവിടെയായിട്ട് ഇന്ന് അങ്ങനെ ഉണ്ടെങ്കിലും സമ്പൂർണ്ണമായിട്ടില്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ സമ്പൂർണ്ണമായിട്ട് ഈ കാര്യം നടക്കും. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ അന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സാത്താൻ ഇവിടെയില്ല. കാരണം 1000 വർഷത്തേക്ക് അവനെ ബന്ധിച്ച് അഗാധ കൂപത്തിലിട്ട് ചങ്ങലയ്ക്ക് അടച്ചതിന് ശേഷം ആണ് ഈ കാലയളവ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭരണകാലം തുടങ്ങുന്നത്.
അതുകൊണ്ട് അന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഒരാളില്ല. പ്രശ്നം ഉണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നം കുറവായിരിക്കും. ഇന്നും ഈ പ്രശ്നക്കാരാണ് എല്ലായിടത്തും പ്രശ്നം. സഭയിലായാലും വീട്ടിലായാലും രാഷ്ട്രീയത്തിലായാലും സമയയിലായാലും ഒക്കെ അല്ലേ? കർത്താവ് നമ്മളെ രക്ഷിക്കുക എന്തിനാ? പ്രശ്നം ഉണ്ടാക്കാനാണ്, പ്രശ്നം പരിഹരിക്കാനാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ? അങ്ങനെയല്ലയോ? എൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാ. നമ്മുടെ പണി എന്തുവാ? സമാധാനം ഉണ്ടാക്കുകയാണോ ഇല്ലാതാക്കുകയെന്ന്? ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം വേണ്ട, അത് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതികൾ, സമ്പൂർണ്ണ ദൈവഹിതം നടപ്പിലാകണം. സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലുമാകണമെന്നുള്ള ദൈവഹിതം അന്ന് നിവൃത്തിയാകുമായിരുന്നു കൊണ്ട് വാഴ്ചയിൽ. അന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഇതിങ്ങനെയൊക്കെയാണെന്ന്. ഇന്ന് ബോധ്യപ്പെടാത്തവർക്കും, ഇന്ന് സമ്മതിക്കാത്തവർക്കും, മനസ്സിലാകാത്തവർക്കും, ഇന്ന് സുവിശേഷം കേട്ടാലും ബൈബിൾ ക്ലാസ് കേട്ടാലും ബൈബിൾ വായിച്ചാലും ഇതിന് എത്ര നല്ല സ്റ്റഡിയൊക്കെ കിട്ടിയാലും എത്ര വ്യാഖ്യാനം കിട്ടിയാലും ഒന്നും ചില സമ്മതിക്കുകയില്ല, അംഗീകരിക്കുകയില്ല. അവർക്ക് അവരുടേതായ ചില ന്യായങ്ങളും വകുപ്പുകളും ഒക്കെ പറയാനുണ്ട്, ബുദ്ധിയുടെയും യുക്തിയുടെയും ഒക്കെ പ്രമാണങ്ങൾ. എന്നാൽ അതിലൊക്കെ അതീതമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, വാഴ്ത്തപ്പെട്ട രക്ഷകൻ, ദൈവപുത്രൻ, മശിഹ രാജാവ് ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ അന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അതെല്ലാവർക്കും സംശയരഹിതമായി മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന ഒരു കാലയളവായിരിക്കും അത്. അതിന് ദൈവം അങ്ങനെ ഒരു പ്രത്യേക അവസരം അല്ലെങ്കിൽ ഒരു കാലയളവ് നീക്കി വച്ചിരിക്കുകയാണ്. മൂന്നാമതായിട്ട് മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യരോട് ബന്ധപ്പെട്ട് മാത്രമല്ല, മനുഷ്യൻ്റെ പാപം അല്ലെങ്കിൽ ആദാമ്യ പാപം ആദാമ്യവർഗത്തെ, മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും ബാധിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ. റോമാലേഖനം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് എന്ന് പറഞ്ഞാൽ മനുഷ്യനൊഴികെ ബാക്കി സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട എല്ലാ ജീവജാലങ്ങളും ഒരു വീണ്ടെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അത് വരാൻ പോവാ. താഴോട്ട് 22 വരെയുള്ള വാക്യങ്ങൾ അവിടെ അതാണ് നമ്മൾ കാണുന്നത്. വായിച്ചു. ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നൊരു വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ സൃഷ്ടികളെല്ലാം ഇന്ന് അസ്വാതന്ത്ര്യത്തില, അടിമത്വത്തില. കാട്ടിലും നാട്ടിലും എല്ലാം നമ്മൾ കാണുന്നില്ല, ഒന്നൊന്നിനെ കൊല്ലുന്നു, തിന്നുന്നു. അതാണ് എവിടെ നോക്കിയാലും കാണുന്നത്. നശീകരണമാണ്. സമാധാനത്തോടെ ജീവിക്കാൻ ഒക്കുകയില്ല. നിരുപദ്രവകാരികളായ ജീവികൾ പോലും അങ്ങനെ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ന് ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു പാർക്കും. കാട്ടുമൃഗവും നാട്ടുമൃഗവും ദുഷ്ടമൃഗവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദോഷം ചെയ്യാത്ത ഒരു കാലയളവ് വരാൻ പോകുന്നു. അതാണ് മശിഹാ ഭരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല, ഇതര സൃഷ്ടികളും ഇതര ജീവജാലങ്ങളും എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ദൈവപുത്രന്മാരുടെ തേജസ്സിൻ്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. ആ മഹത്വപൂർണ്ണമായ കാലയളവിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കെല്ലാം വീണ്ടെടുപ്പുണ്ടാകും. ഏദൻ തോട്ടത്തിൽ ഈ കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും അന്യോന്യം ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്ന കാലമല്ലായിരുന്നു പാപം പ്രവേശിക്കും മുമ്പ്. പാപത്തിൻ്റെ പ്രവേശനമാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആദവനോട് ദൈവം പറഞ്ഞത്. അതിൻ്റെ ഫലം ജീവജാലങ്ങളെ മുഴുവൻ ബാധിക്കുന്നതായിരുന്നു. അതാണ് ഇന്ന് കാണുന്ന കൊല്ലിനും കൊലയ്ക്കും എല്ലാത്തിനും കാരണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, മലമ്പ്രദേശങ്ങളിലൊക്കെ വന്യജീവികളുടെ ശല്യം കൂടുതലാണ്. മലമ്പ്രദേശമൊന്നുമല്ല, നമ്മുടെ ഈ നാട്ടിൽ അങ്ങ് പടിഞ്ഞാറ് വരെയും ഈ പന്നി വർഗ്ഗങ്ങളും അതുപോലെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരുപാട് ഉപദ്രവകാരികളായ ജീവികളുണ്ട് അല്ലേ? ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് വിചാരിക്കുന്നുണ്ടോ?